സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മളെ ഫോക്കസിനെയും നമ്മളെ ബ്രെയിനിനെയും ഡിസ്ട്രോയ് ചെയ്യുന്ന 5 കാര്യങ്ങളും അതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താക്കി തരാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞ സെയിം സംഭവം തന്നെ, കോൺസ്റ്റന്റ് ഫോൺ ചെക്കിങ്. നിങ്ങളൊരു 15 മിനിറ്റ് ഒരു വർക്കിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് സ്പെൻഡ് ചെയ്യണമെന്ന് നോക്കുക. പെട്ടെന്ന് നമ്മൾ ഈ ഒരു ഫോൺ ചെക്ക് ചെയ്യുന്ന ഒരു ഹാബിറ്റ് കാരണം നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ നോക്കിയിട്ട് 2 മിനിറ്റ് ജസ്റ്റ് ഇതിൽ എന്ത് മെസ്സേജ് വന്നിട്ടുണ്ടോ നോക്കുകയുള്ളൂ, അത് അതേപോലെ വെക്കും. എന്നിട്ട് തിരിച്ച് നമ്മൾ പിന്നെ ഈ വർക്കിലേക്ക് പോകും. ഇവിടെ നടക്കുന്ന കാര്യം എന്താ വെച്ചാൽ, നിങ്ങളൊരു 15 മിനിറ്റ് ഫുള്ളി ഒരു വർക്കിലേക്ക് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവിടെ എനർജി ഫുള്ള് കൊടുത്തു കഴിഞ്ഞ് ഇതിലേക്ക് ഇങ്ങനെ കണക്ട് ആയി വരികയാണ്. പെട്ടെന്ന് ഈ ഒരു കണക്ഷൻ ബ്രേക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ ഫോണിലേക്ക് പോകുന്നത്. സോ അവിടെ തിരിച്ചിങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഈ ഫോക്കസിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരുപാട് എനർജി നമ്മുടെ ബ്രെയിൻ അവിടെ കൊടുക്കേണ്ടി വരുന്നുണ്ട്. സോ അപ്പോൾ തന്നെ നമ്മുടെ ബ്രെയിൻ മൊത്തത്തിൽ നമ്മൾ എന്താണ് ടയേർഡായി പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു ഫുൾ ഫോക്കസ് കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഇത് ഒരു വട്ടം ചെയ്യുമ്പോഴുള്ള കേസായി പറയുന്നത്, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലോ. സോ ഇതാണ് ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഇതിന് ഏറ്റവും വലിയ സൊല്യൂഷൻ എന്താ? ഞാനിപ്പോൾ കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹാബിറ്റാണ്, ഞാൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് തുടങ്ങിയൊരു സംഭവമാണ് ഡീപ്പ് വർക്ക് എന്ന് പറയും. അത് വേറെ ഒന്നുമല്ല, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ടാസ്ക് തീർക്കാനുണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന സംഭവങ്ങൾ നിങ്ങൾ എന്താക്കുക, മാറ്റി വെക്കുക. ആൻഡ് അതിലേക്ക് മാത്രം ആ ഒരു സംഭവത്തിനെ ഫില്ല് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു വർക്കിനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവത്തിന് മാത്രം വേണ്ടി എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് നിങ്ങൾ നിങ്ങളുടെ ടേബിളിൽ വെച്ചിട്ട് നിങ്ങൾ എന്താക്കുക, വർക്ക് ചെയ്യുക. നിങ്ങൾ മൈൻഡിനോട് പറയാം, ഓക്കെ ഈ ഒരു ഡീപ്പ് വർക്ക് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒരു റിവാർഡ് എന്താക്കും, എനിക്ക് തരും. അതെന്ത് ചെറിയ റിവാർഡ് ആയിക്കോട്ടെ, ബട്ട് നിങ്ങളത് തരും എന്നുള്ളത് ഉറപ്പിച്ച് വേണ്ടി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 1-2 വട്ടങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളതിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. അത് ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതുവഴി നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ഈ കോൺസ്റ്റൻ്റ് ആയിട്ട് ഫോണിൽ ചെക്ക് ചെയ്യുന്ന ഒരു ഹാബിറ്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യമാണ് ഡൂയിങ് ടു മെനി തിങ്സ് അറ്റ് വൺസ്. അറ്റ് എ ടൈം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഹാബിറ്റ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ ബ്രെയിനിന് മൾട്ടി ടാസ്കിംഗ് എന്ന് പറഞ്ഞൊരു ടാലൻറ്റ് ഇല്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ അറ്റ് എ ടൈം 1, 2, 3 കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ചില സമയത്ത് ഞാൻ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് പാട്ട് വെക്കാറുണ്ട്. സോ അവിടെ ഒരിക്കലും അതൊരു മൾട്ടി ടാസ്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമല്ല. നമ്മളെ മെയിൻ ഫോക്കസ് പോകുന്നത് ഇവിടെ ഈ ഒരു കുക്കിങ്ങിലായിരിക്കും. അത് സൈഡിൽ നടക്കുകയാണ്, അല്ലെങ്കിൽ സൈഡിൽ നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള ലെവലിൽ നമ്മൾ കേൾക്കുകയാണ്. അവിടെ ഒരു ടാസ്ക് കാര്യങ്ങൾ നമ്മൾ ചെയ്യല്ലേ ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു സംഭവം പഠിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അങ്ങനത്തെ സംഭവങ്ങൾ ഒന്നിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് തീർക്കണം എന്നുണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾ ഓപ്പൺ ആക്കി വെച്ചിട്ട് ബാക്കി ഫുള്ള് ക്ലോസ് ചെയ്യുക, അതിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ടൈം സേവ് ചെയ്യാൻ പറ്റും, നിങ്ങളെ എനർജിയും സേവ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ കാര്യമാണ് നോട്ട് സ്ലീപ്പിംഗ് ഇനഫ്. അതായത് ചില ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, ഇവർ കൂടുതൽ ടൈം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണെന്നൊരു സാധനം വരാൻ വേണ്ടിയിട്ട് രാത്രി ഉറക്കം ഒഴിച്ചിട്ട് ചില വർക്കുകൾ തീർക്കാൻ നിൽക്കും. 1-2 വട്ടമൊക്കെ ഒരു മാസത്തിലൊക്കെ ചെയ്യുന്നതിനോട് വലിയ പ്രശ്നമൊന്നും പറയുന്നില്ല, അതും പ്രശ്നമാണ്. ബട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ചിലപ്പോൾ ഒരു ഡീപ്പ് വർക്ക് എന്നുള്ള ലെവലിൽ രാത്രി ഉറക്കമൊക്കെ വെച്ചിട്ടൊരു സാധനത്തിന് വേണ്ടി കുറേ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യാണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി അവിടെ ഭയങ്കര നല്ല രീതിയിൽ കുറവായിരിക്കും. നിങ്ങൾക്ക് ഫോക്കസ് കിട്ടില്ല. കാരണം അവിടെ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ഹാഫ് ചാർജ്ഡ് ബ്രെയിൻ ആയിട്ടാണ്. ഈ ബ്രെയിന് ഇതിൻ്റെ ഉള്ളിലുള്ള ടോക്സിക്കും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. സോ നമ്മൾ പ്രോപ്പറായിട്ട് ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. സോ ഏതൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും പ്രോപ്പർ സ്ലീപ്പ് നിങ്ങൾ എന്തായാലും കൊടുക്കുക. നിങ്ങൾ 8 മണിക്കൂർ ഉറങ്ങണമെന്ന് പറയുന്നില്ല, ഒരു 6 hours അറ്റ്ലീസ്റ്റ് എല്ലാ ദിവസവും നിങ്ങൾ റെസ്റ്റ് ചെയ്യൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നാലാമത്തെ കാര്യമാണ് എൻഡ്ലെസ് സ്ക്രോളിങ്. സോ ഇവിടെ എന്താ ആക്ച്വലി വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഒരു ഫോൺ എടുത്തിട്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലിമിറ്റോ കാര്യങ്ങളോ ഇല്ലാണ്ട് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ പല ആൾക്കാരും ചെയ്തിട്ടുണ്ടാവും, മണിക്കൂറുകൾ ഇവിടെ സ്പെൻഡായി പോകുന്നുണ്ട്. ബട്ട് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത്, നമ്മളെ പല ആൾക്കാരും മനസ്സിലാക്കിയൊരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ നമ്മൾ ഓരോ മിനിറ്റിലും അല്ലെങ്കിൽ ഓരോ 40-45 സെക്കൻഡിലും ഭയങ്കര നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും അവിടെ വരുന്നുണ്ടാവുക. സോ നമ്മളെ ബ്രെയിൻ യൂസ്ഡായി പോകുന്നൊരു സംഭവമുണ്ട്. ഈ ഓരോ മിനിറ്റിലും നമ്മൾ എക്സൈറ്റിംഗ് ചെയ്യുന്ന സംഭവങ്ങൾ നമുക്ക് കിട്ടണം എന്നുള്ളൊരു സംഭവം നമ്മൾ യൂസ്ഡായി പോവാണ്. സോ ഇതിൽ നമ്മൾ ഈ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ബാക്കി എന്തൊരു കാര്യം, നിങ്ങളൊരു ബുക്ക് വായിക്കായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളൊരു വേറെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ബ്രെയിന് ഓട്ടോമാറ്റിക്കലി ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഓരോ മിനിറ്റിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. സോ ഒരു കാരണവശാലും നമ്മൾ ഈ റീൽസ് കാണുന്ന എക്സൈറ്റ്മെൻറ്റ് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചിലപ്പോൾ കിട്ടിക്കോളണമെന്നുണ്ടാവില്ല. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു ഡീപ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ എക്സൈറ്റ്മെൻറ്റോ അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടുന്ന ആ ഒരു ഡോപ്പമിൻ ഹിറ്റോ നമുക്കിവിടെ കിട്ടാത്ത സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളത് ബോറടിക്കും, നമ്മൾ ചിലപ്പോൾ അത് ഒഴിവാക്കിയിടും, അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു ഫീലായിരിക്കും നമുക്ക് ഉണ്ടാവുക. ആൻഡ് ഇതിൻ്റെ ഫിക്സ് എന്ന് പറയുന്നത് എന്താ, നിങ്ങൾ ഇൻറ്റൻഷനലി നിങ്ങളെ സ്ക്രോളിങ്ങിന് വേണ്ടിയിട്ട് ഒരു ടൈം നിങ്ങൾ മാറ്റി വെക്കുക, അതിനൊരു ലിമിറ്റ് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫീച്ചർ ഉണ്ട് 30 മിനിറ്റ് എന്നുള്ളത്. പല ആൾക്കാരത് ഓൺ ആക്കിയിട്ട് പിന്നെയും ഇഗ്നോർ ചെയ്ത് പോവുകയാണ് ചെയ്യാറ്. എന്നാൽ പോലും ഒരു ലിമിറ്റ് വെക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു എൻഡ്ലെസ് സ്ക്രോളിങ്ങിന് ഒരു ഹിറ്റ് അവിടെ കിട്ടുകയാണ്. അപ്പോൾ നിങ്ങൾ ഇൻറ്റൻഷനിൽ നിങ്ങൾ എന്താക്കുക, ആ ഒരു ടൈം ലിമിറ്റ് എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അഞ്ചാമത്തെ കാര്യമാണ് നെവർ സിറ്റിംഗ് ഇൻ സൈലൻസ്. അതായത് നിങ്ങൾക്ക് നിങ്ങളെ ഡെയിലി ഹാബിറ്റിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഹാബിറ്റാണ് നിങ്ങൾ ഡെയിലി ഒരു 15 മിനിറ്റെങ്കിലും സൈലൻ്റ് ആയിട്ട് വേറെ ഒരു കാര്യം ചെയ്യാണ്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്.
അത് നമുക്ക് പല ആൾക്കാർക്കും പറ്റാറില്ല. കാരണം ഒന്നും ചെയ്യാനുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ വർക്കിൽ എൻഗേജ്ഡ് ആയി പോകാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ഫോൺ നോക്കും, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യാറുണ്ട്. ബട്ട് നിങ്ങളുടെ ഡെയിലി ഹാബിറ്റിൽ ഒരു 10-15 മിനിറ്റ്സ് ഒന്നും ചെയ്യാതെ ജസ്റ്റ് നിങ്ങളെ മൈൻഡുമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ ബ്രെയിനിലുള്ള കണക്ഷൻസ് കൂടാനും നിങ്ങളുടെ ബ്രെയിൻ കുറച്ചും കൂടി റിഫ്രഷ് ആവാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ഇതിനെ മൊത്തത്തിലൊന്ന് റീക്യാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ ഞാൻ പറഞ്ഞ കാര്യം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഫോൺ ചെക്കിങ് നിങ്ങൾ എന്തായാലും ഒഴിവാക്കണം. രണ്ടാമത്തത് മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്നത് നമ്മളെ ബ്രെയിനിന് പറ്റുന്നൊരു സംഭവമല്ല. മൂന്നാമത്തത് പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് നിങ്ങൾ എന്തായാലും ഉറപ്പ് വരുത്തുക. നാലാമത്തത് എൻഡ്ലെസ് സ്ക്രോളിങ്ങിന് ഒരു എൻഡ് വരുത്തുക. അതിന് നിങ്ങളൊരു ടൈം ലിമിറ്റ് കാര്യങ്ങൾ കീപ്പ് ചെയ്യുക. അഞ്ചാമത്തത് നമ്മൾ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ടൈം നിങ്ങൾക്ക് എല്ലാ ദിവസവും ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഫോക്കസും നിങ്ങളെ ബ്രെയിനിനെ നമുക്ക് എന്താക്കാൻ പറ്റും, ഒന്ന് റീഗെയിൻ ചെയ്തെടുക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഇതിലൊരു 2-3 കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ ഡെയിലി ഹാബിറ്റിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴത്തെ കമൻറ്റായിട്ട് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.